السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസ്രി സുഹ്ദുഹു വമവാഇദുഹു, ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ അസറുകളും കൗലുകളുമെല്ലാം ക്രോഡീകരിച്ച കിതാബിൻ്റെ 7 ഫസ്ലുകൾ കഴിഞ്ഞ ദർസുകളിലായി, ഈ കിതാബിൻ്റെ ദർസുകളിലായി നമ്മൾ വായിച്ചു. 8 ഫസ്ലുകളാണ് കിതാബുള്ളത്. അതിൽ അവസാനത്തെ ഫസ്ലാണ് നമ്മളിന്ന് വായിക്കുന്നത്. അൽ ഫസ്ലു അസ്സാമിൻ ഫീമാ റുവിയ ലഹു മിനൽ മവാഇദ് വൽ ഹിക്മി ഫീ സാഇരിൽ അഷ്യാ. കഴിഞ്ഞ 7 ഫസ്ലുകളും ഓരോ പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ തഫ്സീറുകളുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയുള്ള ഒരുപാട് ഫസ്ലുകളായിരുന്നു, 7. 8ാമത്തെ ഫസ്ല് പറയുന്നത് പൊതുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹിക്മകൾ, ചിന്താർഹമായിട്ടുള്ള വാക്കുകളും പൊതുവായിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിലായിക്കൊണ്ട് വന്നിട്ടുള്ള വാക്കുകളാണ് നാം വായിക്കുന്നത്. ഈ കിതാബിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ വായിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കേണ്ട അല്ലെങ്കിൽ നാം ചിന്തിക്കേണ്ട ഉപദേശങ്ങളാണ്. സഹാബികളുടെ കാലത്ത് ജീവിച്ചിരുന്ന താബിഈ എന്നാണ് ഹസനുൽ ബസ്രി റഹിമഹുള്ളയെ കുറിച്ച് പറയാറുള്ളത്. ഒരുപാട് സഹാബികളെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ട നിലക്ക്, മനസ്സിലാക്കേണ്ട നിലക്ക് അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട്. ഈ ഫസ്ലിലെ അസറുകൾ കാന റഹിമഹുല്ലാഹു യഖൂൽ, ഹസനുൽ ബസ്രി റഹിമഹുള്ള പറയാറുണ്ട്, അൽ വാഇദു മൻ വഅള അന്നാസ ബിഅമലിഹി ലാ ബിഖൗലിഹി. ജനങ്ങളെ ഉപദേശിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ വഅള അന്നാസ ബിഅമലിഹി, അവന്റെ കർമ്മം കൊണ്ട് ഉപദേശിക്കുന്നവനാണ്, ലാ ബിഖൗലിഹി, വെറും വാക്കുകൊണ്ടല്ല. അഥവാ ജനങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് എങ്കിൽ, കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ, വിരോധിക്കുന്നുണ്ട് എങ്കിൽ അത് കേവലം നാവുകൊണ്ടുള്ള സംസാരം എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ഉപദേശിക്കുന്നവൻ. ഇപ്പോൾ വാഴുതുകൾ പലതരത്തിലുണ്ടാകും. ഇപ്പോൾ ജനങ്ങളോട് സംസാരം കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നവരും പറയുന്നവരും ഉണ്ടാകും. അതിനേക്കാൾ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുക ആളുകൾക്ക് അത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കുമ്പോഴാണ്. وكان ذلك شأنه إذا أراد أن يأمر بشيء. അങ്ങനെ തന്നെയായിരുന്നു ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ ജീവിതവും. അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ ബദഅ ബിനഫ്സിഹി ഫഫഅലഹു, ആദ്യം അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിൽ അത് തുടങ്ങുകയും പ്രാവർത്തികമാക്കുകയും എന്നിട്ടാണ് അത് കൽപ്പിക്കാറുണ്ടായിരുന്നത്. വഇദാ അറാദ അൻ യൻഹാ അൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം വിരോധിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇൻതഹ അൻഹു, ആദ്യം അദ്ദേഹം അതിനെ തൊട്ട് ഒഴിവായിട്ടാണ് മറ്റു ജനങ്ങളെ കൽപ്പിക്കാറുണ്ടായിരുന്നത്. ഇതൊരു വാഇലിന്, ഒരു ദാഇക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണമാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, തസല ബി അന്ന ബഅദ الصالحين ജഅല അലാ നഫ്സിഹി അല്ലാ യറാഹു അല്ലാഹു ളാഹികൻ ഹത്താ യഅലമ അയ്യു ദാറൈൻ ദാറുഹു അൽ ജന്നത്തു അം അന്നാർ. അദ്ദേഹം പറയാണ്, ചില സ്വാലിഹീങ്ങളെ പറ്റി എനിക്ക് അറിയിക്കപ്പെട്ടു. അവരിൽ ചിലർ അവർ പറയുകയുണ്ടായി, ഇരു ലോകത്തിൽ അഥവാ സ്വർഗത്തിലും നരകത്തിലും ഇതിലേതാണ് എൻ്റെ ഭവനം, സ്വർഗമാണോ നരകമാണോ എൻ്റെ ഭവനം എന്ന് ഞാൻ അറിയുന്നത് വരെ അള്ളാഹു എന്നെ പൊട്ടിച്ചിരിക്കുന്നവനായി കാണുകയില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. ഫയഖൂൽ ഹസൻ റഹിമഹുല്ലാ ലഖദ് അസമ, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്, ആ പറഞ്ഞ വ്യക്തികൾ, സാലിഹീങ്ങളായ വ്യക്തികൾ, അതിലവർ ദൃഢത ഉറച്ചു നിന്നു. ഫവഫഅ ബിഅസ്മിഹി, അവരുടെ ആ തീരുമാനം അവർ പൂർത്തീകരിക്കുകയും ചെയ്തു. വമാ റുഇയ വാഹികൻ ഹത്താ ലഹിഖ ബില്ലാഹി അസ്സ വജൽ, മരണം വരെ പിന്നീട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ അവരെ കാണാനിടയായിട്ടില്ല എന്നുള്ളത്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഹഖീഖത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ
മരണശേഷം രണ്ടാമതൊരു ഭവനമാണ് അവന്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. മരണമാണെങ്കിലോ ഏത് നിമിഷത്തിലും അവനിലേക്ക് വന്നെത്തുകയും ചെയ്യും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യം അവന്റെ മുന്നിലായിരിക്കെ അവന് പൊട്ടിച്ചിരിച്ച് മതിമറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ചില സലഫുകൾ അങ്ങനെ പറയുകയും അത് അവർ ജീവിതത്തിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഹദീസിന്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീല വലബകൈതും കസീറ. ഞാൻ മനസ്സിലാക്കിയതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞിരുന്ന എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെയുള്ള ആശയമാണ് ഈ വാക്കുകളിലും ഉൾക്കൊള്ളുന്നത്. വഖീല മറൽ ഹസനു ബിറജുലിൻ യദ്ഹക്. ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാ ഒരു വ്യക്തിയുടെ അടുത്തുകൂടി കടന്നുപോയി. അയാൾ വെറുതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗഫലത്തിലായിക്കൊണ്ട് പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോ ഹസൻ ബസരി റഹിമഹുല്ലാ വ്യക്തിയോട് പറഞ്ഞു, ഇബ്ന അഖി, സഹോദര, ജുസ്ദ സിറാത്ത്, നീ സിറാത്ത് കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അഥവാ നരകത്തിനു മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് സ്ഥാപിക്കുന്ന സിറാത്ത് നീ കടന്നു പോയിട്ടാണോ ഈ ചിരിക്കുന്നത് എന്ന നിലക്ക് ചോദിച്ചു. ഫഖാല ല, അപ്പോൾ വ്യക്തി പറഞ്ഞു ഇല്ല. ഫഖാല ഫഹൽ അലിംത ഇലൽ ജന്നതി തസീറു അം ഇലൻ നാർ. അതല്ല, നിനക്കറിയുമോ നീ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ചെന്നെത്തുക എന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. നിനക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. ഇങ്ങനെ ചിരിക്കാൻ മാത്രം. ഫഖാല, വ്യക്തി പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഹസൻ ബസരി റഹിമഹുല്ലാഹ് ചോദിച്ചു, ഫഫീമ ദ്ദഹിക് ആഫാകല്ലാഹ്, പിന്നെ എന്തിനാണ് നീ പൊട്ടിച്ചിരിക്കുന്നത്? പിന്നെ എന്താണ് ഈ ചിരിയുടെ അർത്ഥം? വൽ അംറു ഹൗലുൻ, കാര്യം ഗൗരവമുള്ളതാണ്, ഭയപ്പാടുള്ളതാണ്. ഖീല ഫമാ റുഇയ റജുലു ളാഹികൻ ഹത്താ മാത. അതിനുശേഷം ആ വ്യക്തി ഇങ്ങനെ അശ്രദ്ധയിലായിക്കൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇതാണ് പരലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണത്. പിന്നെ ഹസൻ ബസരി റഹിമഹുല്ലാഹയുടെ പ്രത്യേകതയായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എപ്പോഴും വളരെയധികം പരലോകത്തെക്കുറിച്ച് ചിന്തയിലും അദ്ദേഹം വരുമ്പോൾ തന്നെ പരലോകത്തു നിന്ന് വരുന്നത് പോലെ ഉണ്ടാവുക. കാരണം ആ ഒരു ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ورأى الحسن قوما يتضاحكون ويتغامزون ويتدافعون بعد انصرافهم يوم الفطر من صلاة الفجر. ഒരിക്കൽ ഒരു ഈദുൽ ഫിത്ർ ദിവസത്തിൽ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഹസൻ ബസരി ചില ആളുകളെ കാണാനിടയായി. അവർ പരസ്പരം പൊട്ടിച്ചിരിച്ച് പരസ്പരം കളിയാക്കി പരസ്പരം അങ്ങനെയുള്ള സംസാരങ്ങളും കളിയും ചിരിയുമായിട്ടൊക്കെ നിൽക്കുകയാണ്. റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 1 ഈദുൽ ഫിത്റിന്റെ ഫജ്ർ നിസ്കാര ശേഷം. ഫഖാല, അപ്പോൾ ഇത് കണ്ടപ്പോൾ ഹസൻ ബസരി റഹിമഹുല്ലാഹ് ചോദിച്ചു, യാ ഖൗം, ഒരു പരിധി വിട്ട് പൊട്ടിച്ചിരിച്ച് അങ്ങനെ ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, യാ ഖൗം, കൂട്ടരെ, ഇന്നല്ലാഹ സുബ്ഹാനഹു ജഅല ശഹ്റ റമളാൻ മിദ്മാറൻ ലിഇബാദിഹി. അല്ലാഹു തആല ഈ റമളാൻ മാസത്തെ വെച്ചിട്ടുള്ളത് അടിമകൾക്ക് അവരുടെ സ്വന്തം അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരാനും അത് നടന്നു നോക്കാനുമുള്ള ഒരു കാര്യമായിട്ടാണ്. യസ്തബിഖൂന അത്താഅത ഇലാ റഹ്മത്തില്ലാ. അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്ക് മുന്നിടുന്നു. വയജ്തഹിദൂന ഫിൽ അഅമാലി ലിയഫൂസു ബിദുഖൂലി ജന്നതിഹി. അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നു. റമളാൻ മാസത്തിൽ അവർ പരിശ്രമിക്കുന്നു. റമളാൻ കഴിഞ്ഞിട്ടുള്ള ഈദുൽ ഫിത്റിന്റെ ദിവസമാണ് ഈ പറയുന്നത്. അവർ പരിശ്രമിക്കുന്നു എന്തിനു വേണ്ടി? അങ്ങനെ വിജയിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി. ഫസബഖ അഖ്വാമുൻ ഫഫാസു. അങ്ങനെ ആ മുന്നിട്ട ആളുകൾ അവർ വിജയിച്ചു. വഖസ്സറ ആഖിറൂൻ ഫഖാബു. എന്നാൽ റമളാനിൽ പോലും ഇതിനൊന്നും പരിഗണന കൊടുക്കാതെ പരിശ്രമിക്കാതെയുള്ള ആളുകൾ അവർക്ക് നാശം സംഭവിച്ചിരിക്കുന്നു, നഷ്ടക്കാരായിരിക്കുന്നു. വൽ അജബു കുല്ലുൽ അജബ് ലിദ്ദാഹികി ഫിൽ യൗമിൽ ലദി റബിഹ ഫീഹിൽ മുഹ്സിനൂൻ. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസത്തിൽ, റമളാൻ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസത്തിൽ പൊട്ടിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ്. റബിഹ ഫീഹിൽ മുഹ്സിനൂൻ. ആ ദിവസത്തിലാണെങ്കിലോ ഇഹ്സാൻ ചെയ്ത, നന്മ ചെയ്ത ആളുകൾ ലാഭം നേടിയിട്ടുണ്ട്. വഖാസിറൽ മുബ്തിലൂൻ. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ സൽക്കർമ്മങ്ങൾ മുന്നേറാത്ത ആളുകൾക്ക് നഷ്ടക്കാരായി തീർന്നിട്ടുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, അമാ വല്ലാഹി ലൗ കുശിഫൽ ഗിതാഉ. അല്ലാഹുവാടെ ഈ ദുനിയാവിന്റെ മറ നീങ്ങിക്കഴിഞ്ഞാൽ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, ലശൂഗില മുഹ്സിനുൻ ബിഇഹ്സാനിഹി വമുസീഉൻ ബിഇസാഅതിഹി. നന്മ ചെയ്തവർ നന്മ കർമ്മങ്ങളെ തൊട്ടും അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്തവർ അവരുടെ കർമ്മങ്ങളെ തൊട്ടുമെല്ലാം
അവർ അൻ തജ്ദീദി സൗബിൻ വ തർജീൽ ശഅരിൻ, അവർക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ട് അവർ ഒരു നല്ല വസ്ത്രം ധരിക്കുന്നതിനോ അല്ലെങ്കിൽ മുടി ഒതുക്കി ചെയ്യുന്നതിനോ പോലും തയ്യാറാകാത്ത അവസ്ഥയിൽ അവരാകുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു ഫഇൻ കുൻതും വഫഖകുമുല്ലാഹ്, ഇനി നിങ്ങൾ, അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ, ഖദ് തഖററ ഇൻദകും അന്ന സഅയകും ഖദ് ഖുബില, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഈ കഴിഞ്ഞ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ, വഅമലകും സ്സാലിഹ് ഖദ് റുഫിഅ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് എങ്കിൽ, ഫമാ ഹാദാ ഫിഅലു ശാകിരീൻ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ പൊട്ടിച്ചിരിയും ഈ ഗഫലത്തിലായിക്കൊണ്ടുള്ള കളിയും തമാശയും ഒന്നും നന്ദി കാണിക്കുന്നവരുടെ പ്രവർത്തനമല്ല. വഇൻ കുൻതും ലം തതയഖനു ദാലിക്, ഇനി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ, ഫമാ ഹാദാ ഫിഅലൽ ഖായിഫീൻ, ഇതൊരിക്കലും അത് ഭയപ്പെടുന്ന ആളുകളുടെ പ്രവർത്തനവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓർമ്മപ്പെടുത്തുക. അതായത് ഏത് സമയത്തും ഇപ്പൊ റമദാനിൽ നമുക്കറിയാം നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു, ഇബാദത്തുകൾ ഇജ്തിഹാദ് ചെയ്തു, അതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ ചിന്താഗതി മാറുന്നു, നമ്മുടെ കർമ്മങ്ങൾ മാറുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. അപ്പോൾ അതൊരിക്കലും എന്തല്ല, പിന്നെ ഒരു യഥാർത്ഥ അടിമക്ക് ഉണ്ടാവേണ്ടതല്ല. ആ സൽക്കർമ്മങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടു നമുക്ക് ഉറപ്പായെങ്കിൽ അതിന് നമ്മൾ നന്ദി കാണിക്കാൻ വേണ്ടത്. ഇനി ആ ഉറപ്പ് നമുക്കില്ല എങ്കിൽ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം അങ്ങനെയുള്ള യഥാർത്ഥ അടിമകളുടേതല്ല എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്നു ആദം, മനുഷ്യ, അഖലിലു വഹിക്, നീ നിന്റെ ചിരി കുറക്കുക, നീ നിന്റെ പൊട്ടിച്ചിരികൾ കുറക്കുക. ഫഇന്ന കസ്റത വഹിക് തുമീതുൽ ഖൽബ്, അധികരിച്ച ഇതുപോലുള്ള ചിരി എന്നുള്ളത് നിന്റെ ഖൽബിനെ മരിപ്പിച്ചു കളയും. ഹദീസിൽ വന്നിട്ടുള്ള വാക്കാണ്. വതുസീലുൽ ബഹ്ജ, നിനക്കുള്ള ആ ഒരു പ്രസന്നതയെ, ആ ഒരു ഗാംഭീര്യത്തെ അതില്ലാതാക്കും. വതുസ്ഖിതുൽ മുറൂഅത്തിനെ അത് ഇല്ലാതാക്കി കളയും. ഒരു മാന്യനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു മുറൂഅത്തിനെ ഇല്ലാതാക്കും. വതുസ്രി ബിദിൽ ഹാൽ, അതുപോലെ തന്നെ നിന്റെ അവസ്ഥ ഏറ്റവും മോശമായ നിന്ദ്യമായ അവസ്ഥയിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ അതായത് പരിധി വിട്ടുകൊണ്ട് അമിതമായി പൊട്ടിച്ചിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അവരുടെ വിഷയത്തിൽ അവരെക്കുറിച്ചുള്ള ഗാംഭീര്യം ഇല്ലാതാവുകയും അതുപോലെ തന്നെ അവരോട് തോന്നുന്ന ഒരു ആളുകളിൽ മാറും. അത് മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുടെ ഖൽബിന് ഖസ്വത്ത് ബാധിക്കും. ഖൽബിന് ഖസ്വത്ത് ബാധിക്കുന്നതിൽ ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള പൊട്ടിച്ചിരികൾ എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാൻ അദ്ദേഹം പറയാറുണ്ട്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാൻ, റുവിയ അന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഔഹാ ഇലാ ഈസ അലൈഹിസ്സലാം, ബനൂ ഇസ്രായേലുകളിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഈസാ നബി അലൈഹിസ്സലാമിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകി. യാ ഈസ, ഏ ഈസ, ഇക്ഹൽ ഐനൈക ബിൽ ബുകാ ഇദാ റഅയ്തൽ ഗാഫിലീന യദ്ഹഖൂൻ, പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ അശ്രദ്ധയിലായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണിൽ കണ്ണീര് കൊണ്ട്, നീ കരച്ചിൽ കൊണ്ട് നീ കൺമിഷി എഴുതുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ള വാക്കിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കരയുക എന്നുള്ളത്. കാരണം അത്രയും അശ്രദ്ധയിലായിക്കൊണ്ട് അവർ ഈ ദുനിയാവ്, നശ്വരമായ ദുനിയാവിൽ അവർ പിന്നെ വഞ്ചിതരായി പോയിരിക്കുകയാണല്ലോ എന്നത് ആലോചിച്ച് കരയുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വഅദൽ ഹസനു അലീലൻ, ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു രോഗിയെ സന്ദർശിക്കുകയുണ്ടായി. ഫവാഫഖഹു വഹുവ ഫിൽ മൗത്ത്, അദ്ദേഹം മരണത്തിന്റെ അവസാന സമയത്തിലായിരുന്നു. ആ രോഗി മരണത്തിലേക്കുള്ള അവസാന ഘട്ടത്തിലായിരുന്നു. വറആ തഖല്ലുബഹു വശിദ്ദത മാ നസല ബിഹി, ആ സമയത്ത്, ആ മരണപ്പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഞെരുക്കവും ആ മരണപ്പെടുന്ന വ്യക്തിയുടെ മരണസമയത്തെ വെപ്രാളവും എല്ലാം ഹസനുൽ ബസരി കൺമുന്നിൽ കാണുകയുണ്ടായി. ഫലമ്മ റജഅ ഇലാ ദാരിഹി, അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഖദ്ദമു ലഹു തആമൻ, ആ വീട്ടുകാർ അദ്ദേഹത്തിനുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്തു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിതആമിക്കും, നിങ്ങളുടെ ഭക്ഷണം, വശറാബിക്കും, നിങ്ങളുടെ ഭക്ഷണം പാനീയമൊക്കെ നിങ്ങൾ കഴിച്ചോളുക. ഫഇന്നി റഅയ്തു മസ്റഅൻ ലാ ബുദ്ദ ലി മിൻഹു, എനിക്ക് തീർച്ചയായും വന്നെത്തുന്ന ഒരവസ്ഥ ഞാൻ കാണുകയുണ്ടായി, അഥവാ ഒരാൾ മരിക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി.
വലാ അസാലു അഅമലു ലഹു ഹത്താ അൽഖാഹു. അതിനെ ഞാൻ കണ്ടുമുട്ടുന്നത് വരെ ഞാനും സൽക്കർമ്മങ്ങൾ മുന്നേറേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. വതഅഖറ അനി തആമി അയ്യാമൻ, അങ്ങനെ 1-2 ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ ഉണ്ടായി. സ്വാഭാവികമാണ്. അതായത് മനസ്സിനെ വളരെയധികം വിഷമത്തിലാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഒരാളായി കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറയും എന്നുള്ളത് നമ്മൾക്ക് ജീവിതത്തിൽ അറിയാം. ഇപ്പോൾ മരണത്തെ കാണുന്നു വേണ്ട, അല്ലാതെ തന്നെ എന്തെങ്കിലും നമ്മുടെ മനസ്സിന് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിനോടുള്ള താല്പര്യം ആളുകൾക്ക് പൊതുവെ കുറയും. ഭക്ഷണം കഴിക്കാനൊന്നും തോന്നാത്തൊരവസ്ഥ എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്. അദ്ദേഹം മരണത്തെ നേരിട്ട് കണ്ടപ്പോൾ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ആലോചിച്ച് 1-2 ദിവസത്തിന് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതായി. ഹത്താ ലുതിഫ ബിഹി വഅക്കല. പക്ഷെ 1-2 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്താണ്, ഭക്ഷണം നിർബന്ധമായ ആവശ്യം വരും, ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് അതിന്റെ ചിന്ത ഒന്ന് കുറഞ്ഞോ അദ്ദേഹം വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതായത് മരണം എന്നുള്ളത് അത്രയും നമ്മൾ എന്താ പറയാ, ആ സക്രത്തുൽ മൗത്ത് എന്നുള്ളത് എല്ലാവരും നേരിടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് നേരിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാകുന്ന ആ ഒരു അവസ്ഥ അത്രയും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാറുള്ള, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറുള്ള ഹസൻ ബസീർ റഹിമഹുള്ളയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റമാണത്. നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവർക്കും ഗഫ്ലത്ത് സംഭവിക്കാറുണ്ട്, അശ്രദ്ധയിലാവാറുണ്ട്, പല കാര്യങ്ങളിൽ നമ്മൾ തെറ്റിപ്പോകാറുണ്ട്. ചിലപ്പോൾ കുടുംബത്തിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ അതായത് ഭാര്യയും മക്കളും കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ തെറ്റാം, സമ്പത്തും കച്ചവടവും കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ തെറ്റാം, മറ്റു പല കാരണങ്ങളെ കൊണ്ടും അള്ളാഹുവിലേക്ക് മുന്നൊരുക്കുന്നതിൽ നിന്ന് നമ്മൾ അശ്രദ്ധമായി പോകുന്ന അവസ്ഥയുണ്ടാകും. നമ്മെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്നുള്ളത്. കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇന്ന അല്ലാഹ സുബ്ഹാനഹു ലം യജ്അൽ ലിഅമാലികും അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കർമ്മങ്ങൾക്കുള്ള സമയമായിക്കൊണ്ട്, അതിന്റെ ആ കർമ്മങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിക്കൊണ്ട് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് മരണം മാത്രമാണ്. മരണത്തിലൂടെ അല്ലാതെ നിങ്ങളുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ല. ഫഅലൈക്കും ബിൽ മുദാവമതി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സ്ഥിരത ഉണ്ടാവുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ സ്ഥിരതയോടുകൂടി നിങ്ങൾ ചെയ്യുക. കാരണം മരണം വരെ നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ റമളാനിൽ നമ്മൾ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറയുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ അശ്രദ്ധയിലാകുന്നു. പക്ഷേ മരണമാണ് നമ്മുടെ കർമ്മങ്ങളുടെ അവസാനത്തെ പോയിന്റ്. അതുവരെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുക. ഫഇന്നഹു ജല്ല സനാഹു യഖൂൽ, അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റ 99-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ വരുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അഥവാ മരണം വന്നെത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. വകാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, റഅയ്തു 70 ബദരിയൻ, അദ്ദേഹം പറയാണ് ബദറിൽ പങ്കെടുത്ത 70 സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മൗലയായിക്കൊണ്ടാണ്, അഥവാ അടിമയായിക്കൊണ്ടാണ് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് വളരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയാണ് 70 ബദറിൽ പങ്കെടുത്ത സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തവരുടെ ഫضലും അവരുടെ ശ്രേഷ്ഠതയും എല്ലാം നമുക്കറിയാം. എന്നിട്ട് പറയാണ്, ലൗ റഅയ്തുമൂഹും, നിങ്ങളെങ്ങാനും അവരെ കണ്ടിരുന്നുവെങ്കിൽ, ലഖുൽതും മജാനീൻ, നിങ്ങൾ പറയുമായിരുന്നു അവർ ഭ്രാന്തന്മാരാണ് എന്ന്. കാരണം അവർക്കുണ്ടായിരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അവരുടെ ഇബാദത്തുകളും അവരുടെ ദീനും കണ്ടിട്ട് നിങ്ങൾ, അതായത് അന്ന് പറയാണ്, ഹസൻ ബസരി താബിഈയാണ്, അന്നത്തെ സമൂഹത്തിനോട് പറയാണ്, നിങ്ങൾ പറഞ്ഞു പോകും അവർ ഭ്രാന്തന്മാരാണ് എന്ന്. അവരെ വില കുറച്ച് പറയാനല്ല, അവരുടെ ഇബാദത്തുകൾ കണ്ടിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്നതും കൂടി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ചിന്താഗതികളും അവരുടെ ഈമാനും എല്ലാം കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞു പോകും അവർ ഭ്രാന്തന്മാരാണ് എന്ന്. വലൗ റഔ ഖിയാറക്കും, ഇനി അവർ നിങ്ങളിലെ ഏറ്റവും ഉത്തമരായ ആളുകളെ കണ്ടാൽ ലഖാലു, അവർ പറയുമായിരുന്നു, പറഞ്ഞേക്കും, മാലിഹ ഉലാഇ മിൻ ഖലാഖ്, ഇവർക്ക് പരലോകത്ത് ഒരു ഓഹരി ഇല്ലാതെ. അവരെ കണ്ടാൽ അങ്ങനെ തോന്നും. അവരെങ്ങാനും നമ്മളെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു 1200 വർഷം മുമ്പുള്ള ആളുകളെ പറയുന്നത്. 1200 വർഷം മുമ്പുള്ള താബീങ്ങളെയും തബിഅ് താബീങ്ങളെയും അവരെ കണ്ടിരുന്നെങ്കിൽ, അവരിലെ ഖിയാറുകളെ, ഏറ്റവും നല്ല ആളുകളെ കണ്ടിരുന്നെങ്കിൽ, ആ ബദറിൽ പങ്കെടുത്ത ആളുകൾ പറയുമായിരുന്നു അവർക്കൊരു ഓഹരിയും പരലോകത്തില്ല, കാരണം അത്രയും കുറവായിരിക്കും. വലൗ റഔ ശിറാറക്കും, ഇനി അവരെങ്ങാനും നിങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞ ആളുകളെ കണ്ടിരുന്നെങ്കിലോ, പാപങ്ങൾ മുഴുകുന്ന ആളുകളെ കണ്ടിരുന്നെങ്കിലോ, ലഖാലു ഹൗലാഇ ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്,
ഇക്കൂട്ടർ വിചാരണയുള്ള ദിവസത്തെ വിശ്വസിക്കുന്നത് തന്നെ ഇല്ല എന്ന് അവർ പറയുമായിരുന്നു എന്ന് ഹസനുൽ ബസരി റഹിമഹുള്ള പറയാം. അപ്പോ സ്വഹാബികളുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ അത് ഈമാന് കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടുമെല്ലാം താരതമ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണ്. കാരണം നാം എപ്പോഴും നോക്കുക നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുമായിട്ടാണ്. പക്ഷേ സ്വഹാബികളുമായിട്ട് അന്ന് അവരോട് ആ തബഈങ്ങളോട് ഹസനുൽ ബസരി റഹിമഹുള്ള ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ടാൽ എന്താണ് പറയുക? നമ്മളെ പറ്റി എന്താണ് പറയാനുണ്ടാവുക? നമ്മുടെ കുറവുകളെ ചിന്തിക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും നിരാശപ്പെടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല, ചെയ്താലൊന്നും ആകുന്നില്ല, എങ്ങനെ നിരാശപ്പെടാൻ വേണ്ടിയിട്ടല്ല. ചെറിയ കർമ്മമാണെങ്കിലും അല്ലാഹു തആലയിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ കുറവുകളെ, നമ്മൾ വരുത്തുന്ന കുറവുകളെ കുറിച്ച് ബോധ്യവാന്മാരായിരിക്കണം. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ നദറ ഫഫക്കറ. അല്ലാഹു തആല കാരുണ്യം ചൊരിയട്ടെ ഒരു വ്യക്തി, അവൻ കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു. ഓരോ കാര്യങ്ങളെയും, ഖുർആനിന്റെ ആയത്തുകളാവട്ടെ ഹദീസുകളാവട്ടെ കൗനിയായിട്ടുള്ള ഭൗതികപരമായിട്ടുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാവട്ടെ, അതിനെല്ലാം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ഫഫക്കറ, അങ്ങനെ അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുന്നു. തഫക്കുറുള്ളവനാകുന്നു. ഓരോ കാര്യത്തിൽ, ഒരു ആയത്ത് കിട്ടിയാൽ, ഒരു ഹദീസ് കിട്ടിയാൽ, അല്ലെങ്കിൽ സൂര്യനെ കണ്ടാൽ, നക്ഷത്രങ്ങളെ കണ്ടാൽ, ചന്ദ്രനെ കണ്ടാൽ, ഒരു ജീവിയെ കണ്ടാൽ, ഒരു വൃക്ഷത്തെ കണ്ടാൽ, ഒരു പഴത്തെ കണ്ടാൽ, അവൻ അതിനെ നോക്കുകയും വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുന്നു. വഫക്കറ ഫഅതബറ, അങ്ങനെ അവൻ തഫക്കുർ ചെയ്ത് അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ എടുക്കുന്നു. ഒരു ആയത്ത് കിട്ടി, അല്ലെങ്കിൽ ഹദീസ് കിട്ടി, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ കണ്ടു, അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച് അതിൽ നിന്ന് എടുക്കേണ്ട ഗുണപാഠങ്ങളെ എടുക്കുന്നു, അത് ഉൾക്കൊള്ളുന്നു. വഅതബറ ഫഅബ്സറ, അങ്ങനെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കാഴ്ചയുള്ളവനാകുന്നു. അവൻ ഇരുലോകത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനാകുന്നു. വഅബ്സറ ഫസബറ, അങ്ങനെ ഉൾക്കാഴ്ചയുള്ളവനായിട്ട് ക്ഷമയുള്ളവനായിട്ട് അവൻ മാറുന്നു. ദുനിയാവിന്റെ വിഷയങ്ങളിൽ നന്മ ചെയ്യുന്നതിൽ ക്ഷമയോടുകൂടി മുന്നിടുന്നു, പാപങ്ങൾ ഒഴിവാക്കുന്നിടത്ത് ക്ഷമയോടുകൂടി മുന്നിടുന്നു, അള്ളാഹുവിന്റെ വിധികളിൽ ക്ഷമയോടുകൂടി നിൽക്കുന്നു. അങ്ങനെ ക്ഷമയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ഒരാളെ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് പറഞ്ഞു. ഇതൊരു മനുഷ്യന്, ഒരു മുഅ്മിന് ഉണ്ടായിരിക്കേണ്ട ഗുണമാണ്. അവൻ ഓരോ കാര്യത്തെയും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നവനായിരിക്കണം, അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നവനായിരിക്കണം. ആ ഉറ്റാലോചിച്ച് അവന് കിട്ടുന്ന കാര്യങ്ങളെ ഗുണപാഠങ്ങളായി ജീവിതത്തിൽ പകർത്തുന്നവനായിരിക്കണം. അത് മുഖേന ഉൾക്കാഴ്ചയുള്ളവനാവുകയും അതിന്റെ അനന്തരഫലമായിട്ട് ക്ഷമയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവനാകുമ്പോഴാണ് അവൻ ഏറ്റവും നല്ലൊരു സത്യവിശ്വാസിയായി മാറുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഹസനുൽ ബസരി റഹിമഹുള്ള പറയാണ്, ലഖദ് അബ്സറ അഖ്വാമുൻ സുമ്മ ലം യസ്ബിറു. ചില ആളുകളുണ്ട്, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു, ഉൾക്കാഴ്ചയുണ്ടായി, പക്ഷെ അവർ ഈ ജീവിതത്തിൽ ക്ഷമ കൊണ്ടില്ല. ചില ആളുകളുണ്ടാവും, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാകും, അതൊക്കെ ഉൾക്കൊള്ളും, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നൊക്കെ ബോധ്യപ്പെടും, പക്ഷേ ക്ഷമയോടുകൂടി അതിനുവേണ്ടി ഉറച്ചു നിൽക്കില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ തെറ്റിപ്പോകും, പാപങ്ങളിൽ വീണുപോകും, അല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടി പണിയെടുക്കാതെ നഷ്ടക്കാരിൽ പെട്ടുപോകും. ക്ഷമയോടുകൂടി നിന്നില്ല. അവരുടെ കൽബ് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഉൾക്കാഴ്ചയൊന്നും ഉപകാരമില്ലാതെ എല്ലാം നീങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. ഫലം യുദ്രിക്കൂ മാ ഫലബു, അവർക്ക് ലക്ഷ്യമായി അവർ ആഗ്രഹിച്ച കാര്യം എന്താണോ, തേടിയിരുന്ന കാര്യം എന്താണോ, അത് നേടാൻ സാധിക്കാതെ പോകുന്നു. വലാ റജഉ ഇലാ മാ ഫാറഖു, അവർ വേറിട്ട് നിന്നതിൽ നിന്ന് അവർക്ക് അതിലേക്ക് മടങ്ങാനും പറ്റില്ല. അഥവാ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതിലേക്ക് വരാനും പറ്റില്ല. ഫഖസിറു ദുനിയ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അങ്ങനെ അവരുടെ ദുനിയാവും പോകും പരലോകം പോകും, രണ്ടും നഷ്ടാവും. അപ്പോൾ ക്ഷമയോടുകൂടി അല്ലാതെ ഇരുലോകത്ത് വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇരുലോകത്ത് നമുക്ക് വിജയം വേണോ, സബർ എന്നുള്ള കാര്യം മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ നമുക്ക് സാധിക്കില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നി അഇബുക്കും വലസ്തു ബിഖൈരിക്കും വലാ അസ്ലഹിക്കും, ഞാനിതാ നിങ്ങൾക്കൊരു ഉപദേശം നൽകുകയാണ്, നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളിൽ ഏറ്റവും ഉത്തമനോ നിങ്ങളിൽ ഏറ്റവും നല്ല ആളോ അല്ല. വഇന്നീ ലകസീറുൽ ഇസ്റാഫി അലാ നഫ്സി, ഞാൻ എന്റെ സ്വന്തത്തിൽ ഒരുപാട് ഇസ്രാഫുകൾ, അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് പാപങ്ങളും കുറവുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുള്ള ആളാണ്. ഗൈറു മുഹ്കിമിൻ ലഹാ വലാ ഹാമിലുഹാ അലൽ വാജിബി ഫീ ത്വാഅതി റബ്ബിഹാ,
സ്വന്തം നഫ്സിനെ അള്ളാഹുവിനുള്ള അനുസരണത്തിൽ പിടിച്ചു നിർത്തുന്ന, ഓരോ വിഷയത്തിലും അതിനെ പ്രത്യേകമായി പരിഗണിക്കാതെ അതിനെ വിചാരണ ചെയ്യാതെ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരാളല്ല. പല വീഴ്ചകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വലൗ കാനൽ മുഅ്മിനു ലാ യഅദു അഖാഹു ഇല്ലാ ബഅദ ഇഹ്കാമി അംരി നഫ്സിഹി. ഒരു സത്യവിശ്വാസി തീരുമാനിക്കുകയാണ് സ്വന്തത്തിന്റെ കാര്യത്തിൽ എല്ലാവിധ കാര്യവും ശരിയായിട്ട് മാത്രമേ ഞാൻ എൻ്റെ സഹോദരനെ അവന്റെ സഹോദരനെ ഉപദേശിക്കുകയുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചു തുടങ്ങിയാൽ ലഉദിമൽ വാഇദൂൻ, ഉപദേശിക്കുന്ന ഒരാളും പിന്നെ ഉണ്ടാവില്ല. വഖല്ലൽ മുദക്കിറൂൻ, പരസ്പരം ഓർമ്മപ്പെടുത്തുന്ന ആളുകൾ വളരെ തുച്ഛമായി തീരും. വലമാ വുജിദു മൻ യദ്ഉ ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാളെയും കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അതുപോലെ യുറഗ്ഗിബു ഫീ തഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, വയൻഹ അൻ മഅസിയതിഹി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് തടയുന്ന. അതായത് സ്വന്തത്തിൽ എല്ലാ രീതിയിലും പൂർണ്ണമായി ശരിയായിട്ട് ഞാൻ വേറൊരാളെ ഉപദേശിക്കുകയുള്ളൂ, നന്മ കൽപ്പിക്കുകയുള്ളൂ, തിന്മ വിരോധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഒരാളും അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു കവി പറഞ്ഞതുപോലെ ഇദാ ലം യഅലിൻ നാസ മൻ ഹുവ മുദ്നിമുൻ ഫമൻ യഅബുൽ ആസീന ബഅദ മുഹമ്മദിൻ. ഇദാ ലം യഅലിൻ നാസ മൻ ഹുവ മുദ്നിമുൻ, തെറ്റ് സംഭവിക്കുന്നവൻ ജനങ്ങളെ ഉപദേശിച്ചിട്ടില്ല എങ്കിൽ ഫമൻ യഅബുൽ ആസീന ബഅദ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആരാണ് പാപികളെ ഉപദേശിക്കാൻ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ എല്ലാവർക്കും കുറവുകൾ ഉണ്ടാകും. അത് ഇസ്തിഗ്ഫാറിലൂടെയും തൗബയിലൂടെയും അതിൽ മുസിറാകാതെയും സ്ഥിരമായി തുടരാതെയും മാറ്റിയെടുക്കുമ്പോഴാണ് അത് സാധിക്കുക. പറയാണ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, റസൂലുള്ളാഹി പറയാണ് എനിക്ക് കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, പക്ഷെ എന്നാൽ ഞാൻ നിങ്ങൾ ഉപദേശിക്കുകയാണ്. ഒരാൾ എല്ലാം തികഞ്ഞിട്ടേ ഉപദേശിക്കാൻ നിൽക്കുള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ ആരും അങ്ങനെ ഉപദേശിക്കാനുണ്ടാവില്ല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനുണ്ടാവില്ല. ولكن في اجتماع أهل البصائر ومذاكرة المؤمنين بعضهم بعضا حياة لقلوب المتقين. ഉൾക്കാഴ്ചയുള്ള ആളുകൾ അഥവാ ദീനിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ള ആളുകൾ അവരൊരുമിച്ച് കൂടുകയും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ പരസ്പരം ഉപദേശിക്കുന്ന അവസ്ഥയിൽ ഒരുമിച്ച് കൂടുകയും ചെയ്താൽ മാത്രമാണ് തഖ്വയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഖൽബിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതായത് പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം. നമുക്കൊരു തെറ്റ് സംഭവിക്കുന്നുണ്ട്, നമ്മളതിൽ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എങ്കിൽ ആ തെറ്റിനെ കുറിച്ച് ആളുകളെ ഓർമ്മിപ്പിക്കണം. അതിൽ സംഭവിച്ചു പോകരുത്, അത് തെറ്റാണ് എന്ന് പരസ്പരം ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പരസ്പരം നമുക്ക് അങ്ങനെ ഇബാദത്തുകൾ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യണം, അങ്ങനെ പരസ്പരം ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. എന്നാലേ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ ഖൽബിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. വദ്ദികാറു മിനൽ ഗഫ്ലതി, അങ്ങനെ മാത്രമേ അശ്രദ്ധയിൽ നിന്ന് ആളുകൾ സ്മരണയുടെ വശത്തിലേക്ക് അവർ എത്തിച്ചേരുകയുള്ളൂ. വ അമാനു മിനൻ നിസ്യാനി, മറവയിൽ നിന്ന് സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയിൽ എത്തുകയുള്ളൂ. ഫൽജമു ആഫാകുമുല്ലാഹ് മജാലിസ ദിക്ർ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ സ്ഥിരമായി അതിൽ പങ്കെടുക്കുക. അത് ഇൽമിന്റെ സദസ്സുകളാണ്, ഖുർആൻ പാരായണത്തിന്റെയും പഠനത്തിന്റെയും സദസ്സുകളാണ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സദസ്സുകളാണ്. ഇങ്ങനെയുള്ള സദസ്സുകൾ നിങ്ങൾ തുടർച്ചയോടുകൂടി അതിൽ നിങ്ങൾ നിൽക്കുക. കാരണം അത് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും. ഫറുബ്ബ കലിമത്തിൻ മസ്മൂഅത്തിൻ വമുഹ്തഖരിൻ നാഫിഉൻ, കേൾക്കുന്ന പല വാക്കുകളും നിസ്സാരമായതായിരിക്കും, പക്ഷേ അത് ഉപകാരപ്രദമായി മാറുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നുള്ള ആയത്ത് സൂറത്തുൽ ആലി ഇംറാനിലെ 102ാമത്തെ ആയത്ത്. അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യവിശ്വാസികളെ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് എന്നുള്ള ആയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ഒരു അസറിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഒന്ന്, മുഅ്മിനീങ്ങൾ പരസ്പരം ഉപദേശിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ആളുകളായിട്ട് മാറണം. അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സുകളിൽ, പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ, ഇൽമ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണം. അതൊരു വീഴ്ചയും നമ്മൾ വരുത്തരുത്. അത് നമ്മുടെ അശ്രദ്ധയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന, മറവിയിൽ നിന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമായി തീരും. അദ്ദേഹം പറയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അസ്ബഹ്തും വല്ലാഹി ഫി അജ്രിൻ മൻഖൂസിൻ, നിങ്ങൾ ഓരോ ദിവസവും രാവിലെയാകുന്നത് നിങ്ങളുടെ ആയുസ്സിലെ കുറവോടുകൂടിയാണ്, ആയുസ് കുറഞ്ഞുകൊണ്ടാണ്. വഅമലിൻ മഹ്സൻ മഹ്റൂസിൻ, കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ചെയ്ത നന്മകളും തിന്മകളും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ച് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അൽ മൗതു ഫൗഖ റൂസിക്കും, മരണമാണെങ്കിലോ, ഓരോ രാവിലെ ആകുമ്പോൾ ഉള്ള അവസ്ഥ പറയാണ്, മരണമാണെങ്കിലോ നിങ്ങളുടെ തലയുടെ തൊട്ടു മുകളിലായിട്ട് നിൽക്കുകയാണ്.
വന്നാറു ബൈന ഐദീകും, നരകം നിങ്ങളുടെ മുന്നിലുമായിട്ട് നിൽക്കുകയാണ്. കാരണം ഏത് സമയത്തും മരണം വരാം. പാപത്തിൽ മുഴുകിക്കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ പിന്നെ നരകമാണ്. മരണത്തോടുകൂടി നരകത്തിലേക്കാണ് തുടങ്ങാം. മുശ്രിക്കീങ്ങളുടെയും കുഫാറുകളുടെയും എല്ലാം അവസ്ഥ മരണത്തോടുകൂടി നരക ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് അവർ പ്രവേശിക്കുക എന്നാണ്. അപ്പോ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അയ്യുഹന്നാസ്, അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹം നടത്തിയ വഅളുകളാണ്, മൗഇളത്തുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഇന്നമാ ലഅഹദികും നഫ്സുൻ വാഹിദത്തുൻ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം നഫ്സിന്റെ ഉടമകളാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം നഫ്സിന്റെ ആളുകളാണ്. ഇൻ നജത് മിൻ അദാബില്ലാഹ്, അത് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോ, ലം യദുർറഹ മൻ ഹലക, നശിച്ച ഒരാളിൽ നിന്നോ ദോഷവും നിങ്ങൾക്ക് ബാധിക്കൂല. അതായത് നിങ്ങളുടെ സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ, നശിച്ച ഒരാളുടെ ദോഷം കൊണ്ടും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുന്ന അവസ്ഥ ഉണ്ടാവില്ല. വഇൻ ഹലകത്, നിങ്ങളുടെ സ്വന്തം നഫ്സ് നാശത്തിലാവുകയാണെങ്കിലോ, ലം യൻഫഅഹ മൻ നജാ, എത്ര രക്ഷപ്പെട്ടവനെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളുടെ വാപ്പ വയച്ചു പോയതുകൊണ്ടോ നിങ്ങളുടെ മക്കൾ വയച്ചു പോയതുകൊണ്ടോ ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരാനില്ല. നിങ്ങൾ നാശത്തിലായി, നിങ്ങളുടെ വാപ്പ നന്നായതുകൊണ്ടോ മക്കൾ നന്നായതുകൊണ്ടോ നിങ്ങൾക്കൊരു ഉപകാരം കിട്ടാനും പോകുന്നില്ല. എന്നിട്ട് പറയാണ്, ഫഹ്ദറൂ ആഫാകുമുല്ലാഹ് അത്തസ്വീഫ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക, ഗൗരവത്തിൽ ചിന്തിക്കുക, തസ്വീഫിനെ നിങ്ങൾ സൂക്ഷിക്കുക. തസ്വീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വൈകിപ്പിക്കുക. അതായത് ഒരു കാര്യം നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, ഒരു സൽക്കർമ്മം, ഒരു തൗബ നാളെ തൗബ ചെയ്യാം, മറ്റന്നാൾ തൗബ ചെയ്യാം, ഒരു ഇബാദത്ത് ഇന്ന് നാളെ തുടങ്ങാം, അങ്ങനെ വൈകിപ്പിക്കുന്നതിനാണ് തസ്വീഫ് എന്ന് പറയുക, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് വൈകിപ്പിക്കുക എന്നുള്ളത്, അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ തസ്വീഫ് എന്നുള്ളത് ഗൗരവമുള്ള കാര്യം, നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധമാണ്. പല പണ്ഡിതന്മാരും ജുന്ദു ശൈത്താൻ, പിശാചിന്റെ സൈന്യമാണ് തസ്വീഫ് എന്ന്. കാരണം പിശാച് തെറ്റിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വൈകിപ്പിച്ചുകൊണ്ട് പിന്നെ അവസാനം മരണമായാലും പിന്നെ ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ അവസ്ഥയിൽ അത് നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന്നഹു അഹ്ലക മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻപുള്ളവരെ നശിപ്പിച്ച കാര്യമാണ് ഈ തസ്വീഫ് എന്നുള്ളത്, വൈകിപ്പിക്കുക എന്നുള്ളത്. ഈ തസ്വീഫ് എന്നുള്ളത് ദുനിയാവിയായ വിഷയങ്ങളിൽ ഉണ്ടായാലും അപകടമാണ്. അതിനെ ദുനിയാവിയായ വിഷയങ്ങളിൽ ഈ ഇതുപോലെയുള്ള ഈ തസ്വീഫിനെ ഇല്ലാതാക്കാൻ അതുപോലെ ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞത്. അത് ദുനിയാവിയായ വിഷയത്തിൽ തന്നെ വലിയ അപകടമാണ്. അപ്പൊ ദുനിയാവിയായ വിഷയത്തിലുണ്ടെങ്കിലോ അതിലും വലിയ അപകടമായിരിക്കും. നിങ്ങളുടെ മുൻഗാമികൾ നശിച്ച കാരണമാണത്. വൈന്നകും ലാ തദ്റൂന മതാ തസീറൂൻ, നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് നിങ്ങളുടെ യാത്ര അവസാനിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളത്. വലാ ഇലാ അയ്യി ഷൈഇൻ തസീറൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ എത്തുക എന്ന്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോവുക എന്നും നിങ്ങൾക്കറിയില്ല. ഫറഹിമല്ലാഹു അബ്ദൻ അമില ലിയൗമി മആദിഹി ഖബ്ല നഫാദി സാദിഹി, അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ, അവന്റെ ജീവിത വിഭവങ്ങൾ തീരുന്നതിന് മുമ്പ് പരലോകത്തിന് വേണ്ടി പണിയെടുത്തവൻ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന്. ജീവിത വിഭവം പറഞ്ഞാൽ അവന്റെ ആയുസ്, അവന്റെ വായു, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അവന്റെ ദുനിയാവിൽ ലഭിക്കുന്ന വിഭവങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനുള്ളതാണ്. അപ്പോ ഇത് തീർന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വായു തീർന്നു പോകുന്ന സമയമുണ്ട്. നമുക്ക് കുടിക്കാൻ ദുനിയാവിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള വെള്ളം തീർന്നു പോകുന്നൊരു സമയമുണ്ട്. നമുക്ക് ഭക്ഷിക്കാൻ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ തീർന്നു പോകുന്ന ഒരു സമയമുണ്ട്. അത് തീർന്നാൽ പിന്നെ പണിയെടുക്കാൻ പറ്റൂല. അപ്പൊ അതിന് മുമ്പ് പണിയെടുക്കുന്നവൻ അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് പറയാണ്. അപ്പൊ ഈ റഫറിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വന്തം നഫ്സിന്റെ കാര്യം പരിശോധിക്കണം എന്നുള്ളതാണ്. വേറൊരാളുടെയും ശുപാർശ കൊണ്ടോ വേറൊരാളുടെ സഹായം കൊണ്ടോ വേറൊരാൾ നന്നായതുകൊണ്ടോ ഒന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ അവനവന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. രണ്ടാമത്തെ തസ്വീഫിനെ, ഒരു കാര്യം സൽക്കർമ്മം നാളേക്ക് വൈകിപ്പിക്കുക എന്നുള്ളതിനെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ പരലോകത്തിന് വേണ്ടി വിഭവങ്ങൾ ഒരുക്കിയിരിക്കണം. വഖാല, അദ്ദേഹം മറ്റൊരിക്കൽ പറയുകയുണ്ടായി, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ അസ്സ വജൽ ബസത ലക്കും സഹീഫതൻ, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ചില ഏടുകളെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിവർത്തി വെച്ചിട്ടുണ്ട്. വക്കല ബികുല്ലി റജുലിൻ മിൻകും മലകൈൻ കരീമൈൻ, നിങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകൾക്കും 2 മാന്യന്മാരായിട്ടുള്ള മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അഹദുഹുമാ അനിൽ യമീൻ വൽ ആഖറു അനിൽ യസാർ, ഒരാൾ വലതുഭാഗത്തും മറ്റേയാൾ ഇടതുഭാഗത്തും. വഹുവ തആല റഖീബുൻ അലൈഹിമാ, അല്ലാഹു തആല ആ 2 പേരുടെ വിഷയത്തിൽ മേൽനോട്ടമുള്ളവനാണ്.
ഫഇൻ ശാഅ ഖല്ലല വഇൻ ശാഅ കസ്റ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവരുടെ എണ്ണത്തെ കുറക്കുകയോ ഉദ്ദേശിച്ചാൽ എണ്ണം കൂടുകയോ അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം ചെയ്യും. ഇന്നമാ യുംലി കിതാബൻ, അവർ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കാവട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാവട്ടെ, അത് രഹസ്യത്തിലുള്ളതാവട്ടെ പരസ്യത്തിലുള്ളതാവട്ടെ, അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്ത് ഓതുകയാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നാളെ ഈ കിതാബ് കിട്ടുമ്പോൾ ആളുകൾ പറഞ്ഞു, മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ റെക്കോർഡ് കിട്ടുമ്പോൾ ഇതെന്തൊരു കിതാബാണ്, ചെറുതും വലുതുമായ ഒന്നും ഇതിൽ വിട്ടേച്ചു പോയിട്ടില്ല. വവജദൂ മാ അമിലു ഹാദിറ, അവർ ചെയ്തതെല്ലാം അവരുടെ മുമ്പിൽ കാണിക്കപ്പെടും. എന്നിട്ട് പറയാണ്, വലഖദ് റുവിയ അന്നഹു ലമ്മാ നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൻ നിസായിലെ 123-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ, മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയൻ വലാ നസീറ. സ്വഹാബികളെ വളരെ പേടിപ്പിച്ച ആയത്തായിരുന്നു. ആരാണോ ഒരു തെറ്റ് ചെയ്തത് അതിനവന് പ്രതിഫലം നൽകപ്പെടുക തന്നെ ചെയ്യും, അതിനുള്ളത് അവന് കിട്ടും എന്ന് പറഞ്ഞു. വേറൊരു സഹായി അവന് കാണില്ല, അള്ളാഹിന് പുറമെ രക്ഷപ്പെടുത്ത ഒരാളുണ്ടാവില്ല എന്നുള്ള ആയത്തിറങ്ങി. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ സ്വഹാബികൾ വളരെ ഭയപ്പെട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഹസൻ ബശീർ റഹിമഹുല്ലാഹ് പറയാണ്, ഈ ആയത്തിറങ്ങിയപ്പോ ഖാല അബൂബക്കർ الصديق رضي الله عنه نزلت والله قاسمة الظهور, നമ്മുടെ എല്ലാം മുതുകിനെ തകർത്ത് കളയുന്ന ഒരു കാര്യം ഇതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അഥവാ ചെയ്ത ഏതൊരു തെറ്റിനും പ്രതിഫലം നൽകപ്പെടും. പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നൽകപ്പെടുന്ന ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാം, നമുക്കെല്ലാം നമ്മുടെ മുതുകിനെ തകർക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആയത്ത് ഇതാ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫഇദാ ഖാല ദാലിക അബൂബക്കറിൻ, ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ വേറെ സംഭവമുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യുജ്സ ബിഹി, പ്രതിഫലം നൽകപ്പെടും പറഞ്ഞപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ ഹിയൽ മുസീബാത്തു ഫിദ് ദുനിയ, ദുനിയാവിൽ അനുഭവിക്കുന്ന മുസീബത്തുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് സ്വഹാബികൾക്ക് സമാധാനമായത്. അതായത് സ്വഹാബികളെ ആയത്തിറങ്ങിയ ഭയങ്കര ബേജാറായി, പരലോകത്ത് ശിക്ഷ കിട്ടേണ്ടി വരുമല്ലോ എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ദുനിയാവിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മുസീബത്തുകളൊക്കെ അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോഴാണ് സ്വഹാബികൾക്ക് സമാധാനമായത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫഇദാ ഖാല ദാലിക അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഈ ഉമ്മത്തിലെ ഏറ്റവും അഫ്ളലായിട്ടുള്ള വ്യക്തി. വഖദ് ശുഹിദ ലഹു ബിൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് അബൂബക്കർ സിദ്ദീഖിന് സ്വർഗ്ഗമുണ്ട്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ വാക്ക് പറഞ്ഞത്. ഫകൈഫ യജിബു അൻ യകൂന ഖൗലു മൻ സിവാഹ്, അപ്പോ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ബാക്കിയുള്ളവരുടെ വാക്കിന്റെ അവസ്ഥ എന്തായിരിക്കണം? ഈ വാക്ക് എത്രത്തോളം ഗൗരവത്തിൽ അവർ പറയണം. ഫഅ്തബിറൂ, നിങ്ങൾ ചിന്തിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങൾ മനസ്സിലാക്കുക. മഅശറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ, വകൂനു അലാ ഹദരിൻ, നിങ്ങൾ ഈ താക്കീദിൽ ഈ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഈ താക്കീദിനെ ഗൗരവത്തോടുകൂടി എടുക്കുക. ലഅല്ലകും തഅ്മനൂന മിൻ അദാബി യൗമിൻ അദീം, എന്തിനു വേണ്ടിയിട്ടാണ്? മഹത്തായിട്ടുള്ള ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്, ഏറ്റവും നല്ല ഉപദേശങ്ങളാണ്. നമ്മൾ സ്വന്തം ചിന്തിക്കേണ്ട, നമ്മൾ കേട്ട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട, ആലോചിക്കേണ്ട വാക്കുകളാണ്. കാരണം മറന്നു പോവുക, അശ്രദ്ധരായി പോവുക എന്നുള്ളത് കാലദൈർഘ്യം കൊണ്ട് നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഞാൻ എന്നും ഒരേ ഈമാനിന്റെ ആളാണ് എന്നുള്ളത്. നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി. ഒരു 3 വർഷം മുൻപേക്ക് അല്ലെങ്കിൽ 5 വർഷം മുൻപേക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ? ഈമാനിന്റെ വിഷയത്തിൽ കയറ്റമാണോ അതോ ഇറക്കമാണോ? ദുനിയാവിനോടുള്ള ഹബ്ബിന്റെ വിഷയത്തിൽ എന്താണ് അവസ്ഥ? അത് കൂടിയിരിക്കുകയാണോ അതോ കുറഞ്ഞിരിക്കുകയാണോ? പരലോകത്തേക്ക് ഒരുങ്ങുന്ന വിഷയത്തിൽ അത് കൂടിയിരിക്കുകയാണോ കുറഞ്ഞിരിക്കുകയാണോ? ദുനിയാവിനിയും ഉണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടിയിരിക്കുകയാണോ? അതല്ല ദുനിയാവിത എന്റെ തീരാനായിട്ടുണ്ട്, ഓരോ വർഷം കഴിയുന്തോറും ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ചിന്തയാണോ ഉള്ളത്? സ്വയം പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കാണ് മക്കാന യഖൂൽ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇബ്ന ആദം, മനുഷ്യ, ഇയ്യാക വൽ ഇഗ്തിറാർ, വഞ്ചനയിൽ അകപ്പെടുന്നതിനെ നീ സൂക്ഷിക്കുക. അതായത് ഒരു കാര്യം നമുക്കത് നല്ലതാണെന്ന് തോന്നും, അതാണ് ശരിയെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഏറ്റവും നല്ല പിഴവിലായിരിക്കും, വലിയ അബദ്ധത്തിലായിരിക്കും. അതാണ് ഗുറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നത് അല്ലെങ്കിൽ പറ്റിക്കപ്പെടുകയാണ് നമ്മൾ അറിയില്ല.
അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയാണ് ഫഇന്നക ലം യഅതിക മിനല്ലാഹി അമാനുൻ, അള്ളാഹുവിൽ നിന്ന് നിനക്ക് ഒരു നിർഭയത്വം എത്തിയിട്ടില്ല, നീ രക്ഷപ്പെട്ടു മോനെ, അല്ലെങ്കിൽ നീ സ്വർഗത്തിലാണ്, അങ്ങനെ ഒരു തരത്തിലുള്ള വാക്കും അള്ളാഹിന്റെ നിനക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നു കിട്ടിയിട്ടില്ല. ഫഇന്നൽ ഹൗലൽ അഅ്മം വൽ അംറൽ അക്ബർ അമാമക, നിന്റെ മുൻപിലുള്ളത് ഏറ്റവും വലിയ ഭയാനകമായിട്ടുള്ള വലിയ കാര്യങ്ങളാണ്. മരണവും പരലോകവും വിചാരണയും മീസാനും സിറാത്തും സ്വർഗവും നരകവും ഒക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. വഇന്നക ലാ ബുദ്ദ അൻ തതവസ്സദ ഫീ ഖബ്രിക മാ ഖദ്ദംത, തീർച്ച നീ നിന്റെ ഖബറിൽ നീ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുമായിട്ട് കിടക്കുന്ന ഒരു സമയം നിനക്ക് വന്നെത്തുക തന്നെ ചെയ്യും. അതിൽ നിന്ന് മാറിപ്പോകാൻ നിനക്ക് പറ്റില്ല. ഇൻ ഖൈറൻ ഫഖൈറുൻ വഇൻ ശർറൻ ഫശർറുൻ, നീ മുന്നൊരുക്കി വെച്ചത് ഖൈറാണെങ്കിൽ അവിടെ അത് ഖൈറായിട്ടുണ്ടാകും, ഷർറാണെങ്കിൽ ഷർറായിക്കൊണ്ട് ഖബറിലും അതുണ്ടാകും. ഫഗ്തനിബ് അൽ മുബാദറത ഫിൽ മഹൽ, നിന്റെ ഈ എളുപ്പമുള്ള ഈ സമയത്ത് നീ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടുക, അതിന്റെ നേട്ടങ്ങൾ നീ നേടിയെടുക്കുക. വഇയ്യാക വത്തസ്വീഫ ബിൽ അമൽ, കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തസ്വീഫ് വൈകിപ്പിക്കുക എന്നുള്ളത് നാളെ ചെയ്യാം എന്നുള്ളത് നീ സൂക്ഷിക്കുക. ഫഇന്നക മസ്ഊലുൻ, തീർച്ചയായും നീ ചോദിക്കപ്പെടും. ഫഅഇദ്ദ ലിൽ മസ്അലതി ജവാബൻ, നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നീ ഇന്ന് ഒരുക്കിക്കോ എന്ന് പറയാം. തീർച്ച നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് കണ്ണു തുറന്ന കണ്ണ് കാണുന്നുണ്ട്, ചെവിയിൽ കേൾക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, ഒക്കെ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്നും ചോദിക്കാതെ പോകുന്നതാണോ? ഒരിക്കലുമില്ല. ഇതൊക്കെ തന്ന ആരാന്ന് നമ്മൾ ചോദിക്കും, മൻ റബ്ബുക്കാന്ന് ചോദിക്കും. എന്ത് നീ അതിന് ചെയ്തു എന്നുള്ളതും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനുള്ള ഉത്തരം നീ ഇന്ന് ഒരുക്കിയിരിക്കണം. അഥവാ അതുകൊണ്ട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, അതാരാണോ തന്നത്, അവന് വേണ്ടി അതനുസരിച്ച് അതുകൊണ്ട് പ്രവർത്തിച്ചിരിക്കണം. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്നു ആദം, മനുഷ്യ, ഇന്നൽ മുഅ്മിന ലാ യുസ്ബിഹു ഇല്ലാ ഖായിഫൻ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഓരോ ദിവസത്തിലും ഭയപ്പാടോടുകൂടിയല്ലാതെ അവൻ പ്രഭാതത്തിലാവുകയില്ല. അവൻ ഭയമുണ്ടാവും. അതായത് ഓരോ സത്യവിശ്വാസിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തിലും അവനൊരു ഭയമുണ്ടാകും. വഇൻ കാന മുഹ്സിനൻ, അവൻ ഏറ്റവും സൽക്കർമ്മം ചെയ്യുന്നവനാണെങ്കിലും, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നവനാണെങ്കിലും, ഏറ്റവും സൽക്കർമ്മം ചെയ്യുന്നവനാണെങ്കിലും അവന്റെ ഉള്ളിൽ ഭയത്തോടുകൂടിയല്ലാതെ ഒരു ദിവസം ആരംഭിക്കില്ല. വലാ യസ്ലുഹു അൻ യകൂന ഇല്ലാ കദാലിക്, ഒരു സത്യവിശ്വാസി അങ്ങനെയായിരിക്കണം, അതല്ലാത്ത അവന് യോജിക്കില്ല. ലിഅന്നഹു ബൈന മഖാഫതൈൻ, രണ്ട് ഭയത്തിന്റെ ഇടക്കാണ് അവനുണ്ടാവുക. രണ്ട് ഭയമാണ് അവനുണ്ടാവുക. ഒന്ന്, ദംബിൻ മവാ ലാ യദ്രി മല്ലാഹു സാനിഉൻ ഫീഹി, അവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, അള്ളാഹുവിനെ ധിക്കരിച്ച് അവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, അതിന്റെ പേരിൽ അള്ളാഹു എന്താണ് അവനെ ചെയ്യുക എന്ന ഭയം. വഅജലിൻ ഖദ് ബഖിയ ലാ യദ്രി മല്ലാഹു മുബ്തലീഹി ഫീഹി, അവനിന് ബാക്കിയുള്ള ആയുസിനെ സംബന്ധിച്ച് എന്ത് പരീക്ഷണത്തിലാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുക എന്നതിനെ തൊട്ടുള്ള അതറിയില്ലല്ലോ എന്നുള്ള എന്ത് പരീക്ഷണമാണ് അള്ളാഹു എനിക്ക് വരുത്തുക എന്നുള്ള ഭയം അവനുണ്ടാകും. ഫറഹിമല്ലാഹു അബ്ദൻ ഫക്കറ വഅതബറ, അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ ഇങ്ങനെ ഉറ്റാലോചിക്കുന്നവനും ഗുണപാഠം നേടിയെടുക്കുന്നതുമായിട്ടൊരു അടിമക്ക്. വസ്തബ്സറ ഫഅബ്സറ, അങ്ങനെ അവൻ ഉൾക്കാഴ്ചയുള്ളവനാകുന്നു. വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം നഫ്സിനെ അതിന്റെ ഇച്ഛകളെ തൊട്ട് തടയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അടിമക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് പറയാണ്. ഇതൊരു മുഅ്മിന്റെ അവസ്ഥയാണ്. യഥാർത്ഥ സത്യവിശ്വാസി, ഏറ്റവും ഇഹ്സാനോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഏറ്റവും പരിപൂർണതയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവൻ, അവന്റെ ജീവിതത്തിൽ പോലും ഭയമാണ് ഉണ്ടാവുക. നമ്മൾ നമ്മുടെ പരലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തായിരിക്കും കഴിഞ്ഞുപോയ പാപങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന കാലത്ത് എന്തെങ്കിലും പാപങ്ങളാൽ അള്ളാഹു പരീക്ഷിക്കുമോ എന്നതിനെക്കുറിച്ചോ ഒരു ഭയവുമില്ലാതെ ജീവിക്കുകയാണെങ്കിലോ നമ്മളെല്ലാം തികഞ്ഞു, ഇനി മരിച്ചാൽ മതി, സ്വർഗത്തിൽ കടന്നാൽ മതി, സ്വർഗത്തിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്ന നിലക്കാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിലോ സൂക്ഷിക്കണം. ഒരു മുഅ്മിനിന്റെ മുഹ്സിനിന്റെ അടയാളമല്ല ആ നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളത്, അത് മുനാഫിഖിന്റെ അടയാളമാണ്. ഒരു ഭയവുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് മുനാഫിഖിന്റെ അടയാളമാണ്. പ്രതീക്ഷ ഉണ്ടാവും, മുഅ്മിനാവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും, പ്രതിഫലം നൽകും, പാപങ്ങൾ പുറത്തു നൽകും, ഒക്കെ പ്രതീക്ഷ ഉണ്ടാവും. അള്ളാഹു കൈവിടില്ല, മരണം വരെ അള്ളാഹു ഈമാനിൽ ഉറപ്പിച്ച് നിർത്തും എന്നുള്ള ഭരമേൽപ്പിക്കലൊക്കെ ഉണ്ടാവും. പക്ഷെ ഭയവും അതിനോടൊപ്പം അവനുണ്ടാകും.
മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇബ്നു ആദം, മനുഷ്യ, ഇന്നല്ലാഹ ജല്ലത് ഖുദ്റതുഹു അമറ ബിത്താഅ, അല്ലാഹു തആല അവനെ അനുസരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. വആന അലൈഹ, അതിനുവേണ്ടി അല്ലാഹു സഹായിക്കുന്നു. വലം യജ്അൽ ഉദ്റൻ ഫീ തർക്കിഹ, അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഒഴിവഴിവും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വനഹാ അനിൽ മഅസിയ, അല്ലാഹു അവനെ ധിക്കരിക്കുന്ന ഹറാമുകൾ, പാപങ്ങൾ, അതിനെ വിരോധിച്ചിട്ടുണ്ട്. വനഫാ അൻഹ, അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലം യുവസ്സിഅ ലിഅഹദിൻ ഫീ റുകൂബിഹ, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശാലതയും ഒരാൾക്ക് നൽകിയിട്ടില്ല. ഇനി കുറച്ച് പാപങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന അവസ്ഥ അള്ളാഹു ഒരുക്കിയിട്ടില്ല. വലഖദ് റുവിയ, ബനു ഇസ്രായേലിയത്തായിട്ടോ അല്ലെങ്കിൽ ചില റിവായത്ത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല യഖൂലു യൗമൽ ഖിയാമത്തി ലിആദം, അല്ലാഹു തആല അന്ത്യനാളിൽ ആദം നബിയോട് പറയും, അഥവാ മനുഷ്യവംശത്തിന്റെ പിതാവായിട്ടുള്ള ആദം നബിയോട് പറയും, യാ ആദം, ഏ ആദം, അൻതൽ യൗമ അദ്ലുൻ ബൈനി വബൈന ദുർരിയതിക, നീയാണ് ഇന്ന് എന്റെയും നിന്റെ സന്താനങ്ങളുടെയും ഇടയിലുള്ള ഒരു സാക്ഷി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ. ഫമൻ റജഹ ഖൈറുഹു അലാ ശർരിഹി മിസ്ഖാല ദർറത്തിൻ ഫലഹുൽ ജന്ന, അവന്റെ ഷർറും ഖൈറും വെച്ച് നോക്കിയിട്ട് അവന്റെ ഷർറിനേക്കാൾ ഖൈർ ഒരു അണുമണി തൂക്കം കൂടിയിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗപ്രവേശനമുണ്ട്. ഹത്താ തഅലമ അന്നി ലാ ഉഅദ്ദിബു ഇല്ലാ ളാലിമൻ, നീ മനസ്സിലാക്കണം, ഞാൻ ദുൽമ് ചെയ്തവനല്ലാതെ ശിക്ഷിക്കുന്നില്ല എന്നുള്ളത്. കാരണം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ദുൽമുണ്ടാവില്ല. അള്ളാഹു കൃത്യമായ നീതിപൂർവം മാത്രമേ അള്ളാഹു ഇത് കൽപ്പിക്കുകയുള്ളൂ. ഒരാൾ ചെയ്ത ഒരു ചെറിയ സൽക്കർമ്മം പ്രതിഫലം കിട്ടും, ചെറിയ പാപവും അള്ളാഹു കണക്ക് ചോദിക്കാതെ അതിന് പകരമായിട്ടൊന്നും അവിടെ ഇല്ലാതെ അള്ളാഹു തആല വിടുകയില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ ഫീ ജഹന്നമ വാദിൻ വലാ സിൽസിലത്തുൻ വലാ ഖൈദുൻ ഇല്ലാ വസ്മു സാഹിബിഹി മക്തൂബുൻ അലൈഹിമാ ഹുകിമ ഫിൽ ഖളാഇ, സ്വർഗ്ഗത്തിൽ ഒരു താഴ്വരയോ ഒരു ചങ്ങലയോ ഒരു ബന്ധിപ്പിക്കുന്ന ഒരു തടസ്സമോ ഒന്നുമില്ല. അതിൽ ആരാണ് അതിൽ വരിക എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കാതെ, അവന്റെ മേലെ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നരകത്തിൽ ഒരാളാണ് വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് ഏത് സ്ഥലമാണ്, എങ്ങനെ ശിക്ഷയാണ്, അതിലൊക്കെ അവന്റെ പേര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ചോദിക്കുകയാണ്, ഫകൈഫ അയ്യുഹന്നാസ്, എങ്ങനെയാണ് ജനങ്ങളെ, ഇനി ജിതമഅ ദാലിക കുല്ലുഹു അലാ അബ്ദിൻ, ഈ ശിക്ഷയിലെല്ലാം, സ്വർഗത്തിലെ താഴ്വരയിലും അതിലെ ശിക്ഷകളിലും ചങ്ങലകളിലും എല്ലാം ഒരാളുടെ പേര് എല്ലാത്തിനും വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? തഖുല്ലാഹ അയ്യുഹന്നാസ്, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക ജനങ്ങളെ. വഹ്ദറു മഖ്ദഹു, അല്ലാഹുവിന്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഫലമഖ്തുല്ലാഹി അക്ബർ ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ശിക്ഷ അത് വളരെ വലുതാണ്. خرج الحسن يوما على أصحابه وهم مجتمعون, ഒരിക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് അവർ അതിൽ അടുത്തുകൂടി പോവുകയാണ്. فقال, അദ്ദേഹം പറഞ്ഞു അവരോട്, വല്ലാഹി, അല്ലാഹുവാണ്, ലൗ അന്ന റജുലൻ മിൻകും അദ്റക മൻ അദ്റക്തു മിനൽ ഖുറൂനിൽ ഊലാ, നിങ്ങളിൽ ഒരാൾ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ആദ്യത്തെ ഉത്തമ സമൂഹം അഥവാ സഹാബികളിൽ ആരെയെങ്കിലും നിങ്ങളിൽ ഒരാൾ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, വറആ മൻ റഅയ്തു മിനസ് സലഫിസ് സാലിഹ്, സലഫുസ് സാലിഹീങ്ങളിൽ ഞാൻ കണ്ടതെങ്ങാനും നിങ്ങളിൽ ഒരാൾ കണ്ടിരുന്നെങ്കിൽ അഥവാ സഹാബികളിൽ, ലഅസ്ബഹ മഹ്മൂമൻ വഅംസ മഗ്മൂമൻ, അവൻ രാവിലെയും അതുപോലെ തന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം ചിന്താകുലതയിൽ വ്യാകുലതയിലാകുമായിരുന്നു അവന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട്. വഅലിമ അന്നൽ മുജിദ്ദ മിൻകും കല്ലാഇബ്, അങ്ങനെ മനസ്സിലാകും, അഥവാ സഹാബികളെ കണ്ടിരുന്നെങ്കിൽ അവന് മനസ്സിലാകും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ അവരുടെ കൂട്ടത്തിൽ കളിച്ചു നടക്കുന്ന ഒരാളെ പോലെയാണ് എന്ന്. വൽ മുജ്തഹിദ കത്താരിക്, ഏറ്റവും ഇജ്തിഹാദ് ഇവർ നിങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്നവൻ സഹാബികളുടെ കൂട്ടത്തിൽ ചില വീഴ്ചകളൊക്കെ വരുത്തുന്നവനെ പോലെയാണ്. വലൗ കുൻതു റാളിയൻ അൻ നഫ്സി ലവഅദ്തുകും, എന്നെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ട അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഇതിലും കൂടുതൽ ഉപദേശിക്കുമായിരുന്നു. വലാകിന്ന അല്ലാഹ യഅലമു അന്നി ഗൈറു റാദിൻ അൻഹാ വലിദാലിക അബ്ഗദ്തുഹാ വഅബ്ഗദ്തുകും, എനിക്കറിയാം, അല്ലാഹുവിനറിയാം ഞാൻ എന്റെ സ്വന്തത്തിന്റെ വിഷയത്തിൽ തൃപ്തിയിലല്ല, അഥവാ ഞാൻ എല്ലാം പൂർണ്ണമായിട്ടുള്ള ആളല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതൽ ഉപദേശിക്കുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞു പോവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു അസറിന്റെ അതേ ആശയമാണ്. അതായത് നമ്മളെപ്പോഴും നമ്മെ സാദൃശ്യപ്പെടുത്തേണ്ടതും നമ്മെ താരതമ്യം ചെയ്യേണ്ടതും സഹാബികളുമായിട്ടാണ്, അവരുടെ ജീവിതവുമായിട്ടാണ്.
ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞ മറ്റൊരു വാക്ക്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ലില്ലാഹി ഇബാദൻ ഹും കമൻ റആ അഹ്ലൽ ജന്നതി ഫിൽ ജന്നതി മുതനഇമീൻ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അഥവാ ചില ആളുകളുണ്ട്, അവർ സ്വർഗാവകാശികളെ അവർ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നത് പോലെ കാണുന്നവരാണ്. നരകാവകാശികൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നവരാണ്. فهم يعملون لما رأوا من النعيم وينتهون عما خالفوا من العذاب الأليم. അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവർ കാണുന്നത് സ്വർഗാവകാശികൾ ലഭിക്കുന്നത് എന്നും നരകാവകാശികൾ അനുഭവിക്കുന്ന ശിക്ഷ എന്താണ് എന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാകുന്നു. അതായത് ചില ആളുകളുടെ അടിമകളുടെ ഉൾക്കാഴ്ച പറയാൻ, അവർ ഇബാദത്ത് ചെയ്യുമ്പോൾ അവരുടെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗാവകാശി സ്വർഗത്തിൽ എങ്ങനെയാണോ അവരുടെ സുഖസൗകര്യം അനുഭവിക്കുന്നത് അത് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കർമ്മങ്ങൾ ചെയ്യും. നരകാവകാശി നരകത്തിൽ അനുഭവിക്കുന്ന വേദനകൾ അതെത്ര വലുതാണോ ശിക്ഷ അത് നേരിട്ട് കാണുന്നത് പോലെ അവർ ഉൾക്കാഴ്ച കൊണ്ട് ചിന്തിച്ച് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കും. അങ്ങനെയുള്ള ചില അടിമകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ലില്ലാഹി ഇബാദൻ ഖുലൂബുഹും മഹ്സൂനത്തുൻ. ജനങ്ങളെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവരുടെ ഖൽബുകൾ പരലോകത്തെക്കുറിച്ചുള്ള ദുഃഖത്താലും ഭയത്താലുമുള്ളതാണ്. വശുറൂറുഹും മഅ്മൂനത്തുൻ. അവർ ഏറ്റവും അധികം അള്ളാഹുവിനെ സൂക്ഷിച്ച് ഷർറുകൾ ബാധിക്കാതെ അതിൽ നിന്ന് സുരക്ഷിതമായി ജീവിക്കുന്നവരാണ്. വഅൻഫുസുഹും അഫീഫത്തുൻ വജവാനിഹും ഖഫീഫത്തുൻ. അവർ ഏറ്റവും അധികം നല്ല ജീവിതം നയിക്കുന്ന, ചാരിത്രശുദ്ധി നയിക്കുന്ന, അങ്ങനെയുള്ള സൽക്കർമ്മ മുന്നേറുന്ന ആളുകളാണ്. സ്വബറു അൽ അയ്യാമുൽ ഖലായില. അവർ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ, ദുനിയാവിന്റെ ദിവസങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവരാണ്. ലിമാ റജൗ ഫി ദുഹൂരിൽ അതാവിൽ. നിലനിൽക്കുന്ന ദൈർഘ്യമേറിയിട്ടുള്ള ആ ഒരു ലോകത്തിലേക്കുള്ള ഒരുക്കങ്ങൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ക്ഷമിക്കുന്നവരാണ്. അമ്മല്ലൈൽ, അവരുടെ രാത്രി എന്ന് പറഞ്ഞാൽ ഫഖായിമൂന അലാ ഖദാമിഹിം, അവരവരുടെ കാലുകളിൽ നിന്ന് നിസ്കരിക്കുന്നവരായിരിക്കും. യതളറഊന ഇലാ റബ്ബിഹിം, അവർ റബ്ബിന്റെ മുമ്പിൽ പൂർണ്ണമായ താഴ്മ കാണിച്ച്. വയസ്ഔന ഫീ സകാകി റിഖാബിഹിം, അവരുടെ സ്വന്തം ശരീരങ്ങളെ, പിരടികളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവർ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോട് താഴ്മ കാണിക്കുന്നവരായിരിക്കും. തജ്രീ മിനൽ ഖശ്യതി ദുമൂഉഹും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിയും. വതഖ്ഫുഖു മിനൽ ഖൗഫി ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ അവരുടെ ഖൽബുകൾ പിടഞ്ഞു പോകും. വഅമ്മൻ നഹാർ, ആ ആളുകളുടെ പകല്, അവർ ഇൽമുള്ള ആളുകളായിരിക്കും, അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും, ആളുകളുടെ ഇടയിൽ പ്രസിദ്ധിയോ ഒന്നുമില്ലാത്ത സാധാരണയായി ജീവിക്കുന്നവരായിരിക്കും. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിന തഅഫുഫ്, അവർ ദരിദ്രന്മാരായിരിക്കും, പക്ഷേ ജാഹിലിയങ്ങൾ വിചാരിച്ചു പോകും അവരുടെ ഇഫത്ത് കണ്ടിട്ട്, അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് അവർ നല്ല സുഖത്തിലും സൗഖ്യത്തിലുമാണെന്ന് ആളുകൾ വിചാരിച്ചു പോകും. തഖാലുഹും മിനൽ ഖശ്യതി മർദാ, അവരുടെ ഭയം കാരണത്താൽ രോഗികളാണ് എന്ന് വിചാരിച്ചു പോകും അവരെ കാണുമ്പോൾ. വമാ ബിഹിം മർദുൻ, അവർക്ക് രോഗമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളതാണ്. വലാകിന്നഹും ഖൂലിതു ബിദിക്രിൻ നാരി വഹ്വാലിഹിം, അവർ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മയാലും അതിനെക്കുറിച്ചുള്ള ശിക്ഷ, അതിന്റെ ഭയാനകത കൊണ്ട് അവരുടെ ചിന്തകൾ മുഴുകിപ്പോയതുകൊണ്ട് അവരെ രോഗികളാണെന്ന് കാണുന്നവർക്ക് തോന്നിപ്പോകും. ലഹും വല്ലാഹി, അവർക്ക് വല്ലാഹുവാണ്, കാനു ഫീമാ ഉഹില്ല ലഹും അസ്ഹദ മിൻകും ഫീമാ ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമായ കാര്യങ്ങളോടുള്ള വിരക്തിയേക്കാൾ അവർക്ക് ഹലാലായ കാര്യങ്ങളോട് വിരക്തി ഉണ്ടാകും. ഹറാമായ കാര്യങ്ങളോട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിരക്തിയേക്കാൾ അക്കൂട്ടർക്ക് ഹലാലായ കാര്യങ്ങളോട് തന്നെ വിരക്തി ഉണ്ടാവും. അവർ ഫുദൂലുകളായ അധികമായി ഒന്നും ഹലാലുകൾ തന്നെ ഉപയോഗിക്കാത്തവരായിരിക്കും. വകാനു അബ്സറ ബിഖുലൂബിഹിം ലിദീനിഹിം മിൻകും ലിദുനിയാകും ബിഅബ്സാരിക്കും, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിയായ വിഷയങ്ങളിൽ എത്ര ഉൾക്കാഴ്ചയുള്ളവരാണോ അതിനേക്കാൾ അവരുടെ ദീനിന്റെ വിഷയത്തിൽ ഉൾക്കാഴ്ചയുള്ളവരായിരിക്കും അവർ. വലഹും കാനൂ ബിഹസനാതിഹിം അൻ തുറദ്ദ അലൈഹിം അഖ്വഫ മിൻകും അൻ തുഅദ്ദബു അലാ സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നതിനേക്കാൾ അവർക്കുണ്ടാകുന്ന ഭയം അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കപ്പെടുമോ എന്നുള്ളതായിരിക്കും.
പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നതിനേക്കാളുള്ള ഭയം അവർക്കുണ്ടാകും അവരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കപ്പെടുമോ എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യാണ് സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ ആയത്ത്, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് അല്ലാഹുവിന്റെ കക്ഷി, അല്ലാഹുവിന്റെ കക്ഷികളാണ് യഥാർത്ഥ വിജയികൾ എന്നുള്ള ഈ ആയത്ത് പാരായണം ചെയ്യാണ്. വളരെ നല്ല ഉപദേശങ്ങളും നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടതും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമായ വാക്കുകളാണ് ഈ ഒരു ഫസ്ലിൽ നമ്മൾ വായിച്ചത്. അതുകൊണ്ട് തന്നെ വെറും വായിക്കുന്ന ആളുകളായിട്ടല്ലാതെ, പറയുന്ന ആളുകളായിട്ടല്ലാതെ, കേൾക്കുന്ന ആളുകളായിട്ട് മാത്രമാക്കാതെ ഇതെല്ലാം ജീവിതത്തിൽ പകർത്തുന്ന ആളുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റുമാറാകട്ടെ. ഇനിയും ഈ ഫസ്ലിൽ വായിക്കാനുണ്ട്, അടുത്ത ദർസുകളിൽ നമുക്ക് വായിക്കാം. അല്ലാഹു തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.